ഹായ് 2025 പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ അതിഗംഭീര ചലച്ചിത്രം തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചലച്ചിത്രം KR സുനിലും തരുൺമൂർത്തിയും കൂടിയായിരുന്നു എഴുതിയത്. രജപുത്ര വിഷ്വൽ മീഡിയയ്ക്ക് വേണ്ടി M രഞ്ജിത്തായിരുന്നു ചലച്ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത്. തിയേറ്ററിൽ വളരെ വലിയ വിജയമായി ക്രിട്ടിക്കൽ അക്ലമേഷൻ അടക്കം നേടിയ ചലച്ചിത്രമാണ് തുടരും. രസകരമായ ചലച്ചിത്രത്തിന്റെ ചെറിയൊരു കഥാസംഗ്രഹം നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യപ്പെടുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും കാണുമല്ലോ. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലെ സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂട്ടുകാർക്ക് കഴിയുമെങ്കിൽ ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ നടക്കുന്നത് പത്തനംതിട്ടയിലെ റാന്നിയിലെ പെരുന്നാട് എന്ന ഭാഗത്താണ്. ഒരു മലയോര ഗ്രാമം. അവിടെ ആയിരുന്നു എല്ലാവരും സ്നേഹത്തോടെ ബെൻസ് എന്ന് വിളിക്കുന്ന ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവർ തന്റെ കുടുംബസമേതം സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രശ്നങ്ങൾക്കും പോവാതെ ഏറെ സന്തോഷത്തിൽ ഒതുങ്ങിയൊരു ജീവിതമായിരുന്നു ബെൻസ് നയിച്ചുകൊണ്ടിരുന്നത്. ബെൻസിന് ഭാര്യയും 2 മക്കളുമാണുള്ളത്. ബെൻസിന്റെ ഭാര്യ ലളിത ഒരു തമിഴ് പശ്ചാത്തലമുള്ള സ്ത്രീയാണ്. മൂത്ത മകൻ പവി, രണ്ടാമത്തെ മകൾ പവിത്ര. സാധാരണ രീതിയിലുള്ള തമാശകളും കൊച്ചച്ചിരികളും ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെയുള്ള ഒരു ചെറിയ കുടുംബം. ഈ കൂട്ടത്തിൽ ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരംഗം കൂടിയുണ്ട്. ബെൻസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാർ, ബെൻസിന്റെ ഉപജീവന മാർഗം, ഒരു കറുത്ത അംബാസഡർ മാർക്ക് 1. അംബാസഡറിന്റെ ആദ്യ കാലഘട്ട പതിപ്പുകളിലൊന്ന്. ബെൻസിന് ആ കാർ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. മറ്റാർക്കും ആ കാർ ഒന്ന് ഓടിക്കാൻ പോലും ബെൻസ് കൊടുക്കാറില്ല. അത്രയും പൊന്നുപോലാണ് അയാൾ ആ കാർ നോക്കിക്കൊണ്ടിരുന്നത്. ബെൻസിന്റെ ലോകം തന്നെ അത്രമേൽ ചെറുതായിരുന്നു. കുടുംബം, ചുറ്റുപാടുമുള്ള വളരെ കുറച്ച് കൂട്ടുകാർ, ഇതൊക്കെയായിരുന്നു ബെൻസിന്റെ ലോകം. ഇങ്ങനെയുള്ള ബെൻസിന് ഒരു പഴയ കാലവുമുണ്ട്. ബെൻസ് മുമ്പ് സിനിമയിൽ പളനി മാസ്റ്റർ എന്നൊരു വ്യക്തിയുടെ കീഴിൽ സ്റ്റഡ്മാനായി ജോലി ചെയ്തിരുന്നു. പിന്നീട് ജീവിതത്തിൽ നടന്ന കുറച്ച് മാറ്റങ്ങൾ കൊണ്ട് അതെല്ലാം വിട്ടുപേക്ഷിച്ച് ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് ബെൻസിന് കുടിയേറേണ്ടി വന്നതായിരുന്നു. അന്നൊരു ദിവസം പ്രായമേറി രോഗാവസ്ഥയിലുള്ള തമിഴ്നാട്ടിലുള്ള തന്റെ പളനി മാസ്റ്ററിൽ നിന്ന് ബെൻസിന് കോൾ വന്നു. ബെൻസിന്റെ കൂടെ പണ്ട് സ്റ്റൺമാനായി ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് അന്ന് മാസ്റ്ററെ കാണാനും വന്നിരുന്നു. അവരിരുവരും പഴയ കുശലാന്വേഷണങ്ങൾ നടത്തി. മാസ്റ്റർ ബെൻസിനോട് തീരെ വയ്യെന്നും മരുന്ന് തീർന്നുപോയെന്നും ലളിതയോട് പറഞ്ഞ് മരുന്ന് കൊടുത്തയക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. മാസ്റ്ററിന് ബെൻസിനെ കാണണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. കുറച്ചായി ബെൻസ് മാസ്റ്ററെ കാണാൻ പോയിട്ട്. മാസ്റ്റർ അത് പറഞ്ഞതും വൈകാതെ താൻ വന്ന് മാസ്റ്ററെ കണ്ടോളാം എന്ന് ബെൻസ് പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് അടുത്ത ദിവസം ബെൻസിന്റെ മകൻ പവിയുടെ കോളേജിൽ നിന്ന് കുറച്ചു കൂട്ടുകാർ ബെൻസിന്റെ വീട്ടിലേക്ക് ഒരു സന്ദർശനത്തിനെത്തുന്നത്. വന്നിറങ്ങിയ പാടെ ബെൻസിന്റെ പഴയ വിന്റേജ് കാർ കണ്ടതും കൂട്ടത്തിലൊരു കൂട്ടുകാരന് അതിൽ വലിയ താല്പര്യമങ്ങ് തോന്നി. ആ കാറിനെ പൊക്കി അവൻ സംസാരിക്കാൻ തുടങ്ങി. കിരൺ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. എല്ലാവരും കളിയാക്കുന്ന തന്റെ കാറിനെ കിരൺ അങ്ങനെ പൊക്കി പറയുന്നതും വളരെയധികം മൂല്യമുള്ള ഒരു വസ്തുവിനെ പോലെ നോക്കിക്കാണുന്നതും കണ്ടപ്പോ ബെൻസിന് സ്വാഭാവികമായും കിരണിനോട് ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ തോന്നുകയാണ്. മലങ്കൾട്ടെന്ന് വിളിച്ച് തന്റെ വണ്ടിയെ കളിയാക്കിയ മകനെ ഒന്ന് കുത്തിക്കാണിച്ച് ബെൻസ് കിരണെ ഫ്രണ്ട് സീറ്റിൽ കയറ്റിയിരുത്തി സന്തോഷത്തോടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി കൂട്ടുകാർക്ക് താൻ പഴയ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു എന്ന കാര്യമൊക്കെ ബെൻസ് വിശദീകരിച്ചു കൊടുത്തു. പിന്നാലെ അവരൊക്കെ ഭക്ഷണം കഴിക്കാനിരുന്നു. ആ സമയമാണ് ബെൻസിന്റെ ഒരു കൂട്ടുകാരൻ ചെറുതൊന്ന് വീശാൻ പോവാൻ സാധനം മേടിക്കുവാൻ വിളിക്കാൻ വന്നത്. ലളിതയുടെ കണ്ണുവെട്ടിച്ചിറങ്ങൽ ബെൻസിന് അത്ര എളുപ്പമായിരുന്നില്ല. ഒടുവിൽ ലളിതയുടെ സമ്മതത്തോടെ സന്തോഷത്തോടെ തുള്ളിച്ചാടി കൂട്ടുകാരനൊപ്പം സാധനം വാങ്ങാൻ ബെൻസ് പോയി. ബെൻസ് അങ്ങനെ ബീവറേജിൽ നിൽക്കുമ്പോ കൂട്ടുകാരനാണ് പറഞ്ഞത്, ദേ ബെൻസിന്റെ കാറ് പോണു. ബെൻസ് നോക്കിയപ്പോ താൻ ആർക്കും ഓടിക്കാൻ കൊടുക്കാത്ത തന്റെ പ്രിയപ്പെട്ട കാറ് ആരോ ഓടിച്ചുകൊണ്ട് പോകുന്നു. ബെൻസ് കൂട്ടുകാരനൊപ്പം ചാടിയിറങ്ങി കൂട്ടുകാരന്റെ ബൈക്ക് എടുത്ത് കാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. സംഭവം എന്തെന്നാൽ കിരണും പവിയും കൂട്ടുകാരും ചേർന്ന് കാർ ഓടിക്കാൻ പുറത്തെടുത്തിരുന്നു. കിരണിന്റെ താല്പര്യപ്രകാരം ഗേറ്റ് വരെ എന്ന് പറഞ്ഞ് കിരൺ ഓടിക്കാൻ എടുത്തതാണ്. പക്ഷെ വണ്ടി ഓടിച്ച് മുമ്പോട്ട് പോയ കിരണിന് വണ്ടി നിർത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓടിക്കാൻ വളരെ പ്രയാസം കിരൺ അനുഭവപ്പെട്ടു. പവിയാണെങ്കിൽ ബെൻസ് തങ്ങളെ ഫോളോ ചെയ്യുന്ന വരുന്നത് കൂടി കണ്ടതോടെ ആകെ ടെൻഷനാവാൻ തുടങ്ങി. ബെൻസ് ആണെങ്കിൽ വണ്ടി നിർത്തണമെന്ന് അലറി വിളിച്ചുകൊണ്ട് പുറകെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ എന്തു പറയാൻ, ഒരു മയിൽക്കുറ്റിയിൽ ഇടിച്ചായിരുന്നു ബെൻസിന്റെ കാർ നിന്നത്. ബെൻസ് ദേഷ്യം കൊണ്ട് വിറച്ചു. ഇറങ്ങി വന്നപാടെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് പവിയുടെ കർണത്തടിച്ചു. പവിയാകെ വല്ലതായി പോയിരുന്നു. വണ്ടി തട്ടിയതിലും വണ്ടിക്ക് പരിക്കേറ്റതിലും ബെൻസിന് വലിയ ദേഷ്യവും തോന്നി. പക്ഷേ എല്ലാത്തിലും ഉപരിയായി ആ വണ്ടി കൊണ്ട് അപകടം പറ്റി മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നതും ബെൻസിന്റെ ഒരു ടെൻഷനായിരുന്നു. വണ്ടിക്ക് ഡാമേജ് സംഭവിച്ചും കൊണ്ട് ബെൻസ് അവിടുത്തെ ലോക്കൽ വർക്ക്ഷോപ്പിൽ തന്റെ വണ്ടി പണിക്ക് കയറ്റുകയാണ്. ബെൻസിന്റെ കൂട്ടുകാരൻ കുട്ടിച്ച് നടത്തുന്ന വർക്ക്ഷോപ്പായിരുന്നു അത്. പുതുതായി ജോലിക്ക് വന്ന മണിയൻ എന്ന പയ്യൻ ഡാമേജ് പരിശോധിച്ചു. AC യുടെ കണ്ടൻസറിനും മറ്റും ചില പരിക്കേറ്റതുകൊണ്ട് നന്നാക്കാൻ സമയമെടുക്കും എന്നവിടെ നിന്ന് ബെൻസ് മനസ്സിലാക്കി.
മനസ്സിലാക്കുകയാണ്. സമയം അപ്പോഴേക്കും സന്ധ്യയോടെ അടുത്തിരുന്നു. ബെൻസ് പവിയെ പിന്നീട് വിളിക്കാൻ ശ്രമിച്ചിട്ടും പവി കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ബെൻസിന് ആകെ വല്ലായ്മ തോന്നി. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഒക്കെ കയ്യിന്ന് പോയതുകൊണ്ട് ബെൻസ് പവിയൊന്ന് തല്ലിപ്പോയതായിരുന്നു. നിലവിലിപ്പോ ബെൻസിന് അതിൽ കുറ്റബോധമുണ്ട്. ബെൻസിന്റെ കൂട്ടുകാരൻ ഷാജി ബെൻസിനെ ആശ്വസിപ്പിച്ചു. ഒടുവിൽ ബെൻസ് പവിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചു. പറ്റിപ്പോയതാണെന്നും അപ്പനോട് ക്ഷമിക്കടാ എന്നും പറഞ്ഞിട്ടൊക്കെയായിരുന്നു അത്. അവൻ എവിടെയാണെന്നും ബെൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. പവി കൂട്ടുകാർക്കൊപ്പം ഹോസ്റ്റലിലേക്ക് പോയിരുന്നു. ആദ്യം ഒന്നും മറുപടി കൊടുക്കാൻ അവൻ വന്നതാണെങ്കിലും ബെൻസിനോടുള്ള ചെറിയ ദേഷ്യം കൊണ്ട് ഈഗോ കാണിച്ച് അവൻ മറുപടി കൊടുക്കാതിരുന്നു. ആ സമയമാണ് ബെൻസിന്റെ ജീവിതത്തിൽ മറ്റൊന്നുകൂടി സംഭവിക്കുന്നത്. പളനി മാസ്റ്റർ, ബെൻസിന്റെ പ്രിയപ്പെട്ട മാസ്റ്റർ, ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്ത ഫോൺ കോളിലൂടെ ബെൻസിനെ തേടിയെത്തുകയാണ്. ബെൻസിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. ബെൻസ് പിന്നാലെ മാസ്റ്ററുടെ ചടങ്ങുകൾക്കായി തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടു. മാസ്റ്ററുടെ ശവസംസ്കാരവും മറ്റും കഴിഞ്ഞിട്ടായിരുന്നു ബെൻസ് അവിടെ നിന്ന് മടങ്ങിയത്. മാസ്റ്റർക്കൊപ്പമുള്ള നല്ല നാളുകളുടെ ഓർമ്മകൾ ബെൻസിന്റെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. ബെൻസ് അങ്ങനെ യാത്രയ്ക്കൊടുവിൽ തിരികെ നാട്ടിലേക്ക് എത്തുകയാണ്. നാട്ടിലെത്തിയ ബെൻസിനെ കാത്ത് അതിലും വലിയൊരു ഷോക്കിംഗ് ന്യൂസ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ബെൻസിന്റെ കാറ് പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. സംഭവം എന്തെന്നാൽ കുട്ടിച്ചന്റെ കടയിൽ ജോലി നോക്കിയിരുന്ന മണിയൻ എന്ന പയ്യനുണ്ടല്ലോ, ആ പയ്യൻ കാറുമായി പോകുന്ന സമയത്ത് പോലീസ് ചെക്കിങ്ങിൽ പിടിക്കപ്പെട്ടു. അവന്റെ കയ്യിൽ കഞ്ചാവുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിയവൻ ചെക്കിങ്ങിലുണ്ടായിരുന്ന എസ്ഐയുടെ മുഖത്തിടിച്ച ശേഷമാണ് അവിടെ നിന്നോടി രക്ഷപ്പെട്ടത്. പൊതുവെ കുറച്ച് കലിപ്പനായ പ്രശ്നക്കാരനായ എസ്ഐ, അതുകൊണ്ട് തന്നെ കൂടുതൽ ദേഷ്യത്തിലാണ്. ബെന്നി എന്നായിരുന്നു ആ എസ്ഐയുടെ പേര്. ആൾ അധികാരമോഹിയും കറപ്റ്റഡ് ഓഫീസറുമാണ്. തന്റെ കാർ അങ്ങനെ സ്റ്റേഷനിൽ കിടക്കുന്നത് ബെൻസിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബെന്നിയുമായി ബെൻസും കൂട്ടുകാരുമൊക്കെ ചേർന്ന് സംസാരിച്ചെങ്കിലും ബെന്നി കാർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മണിയനെ പിടിച്ചു കൊടുത്താലെങ്കിലും കാറ് കിട്ടുമോ എന്ന് ചിന്തിച്ച് മണിയന്റെ വീട് വരെ അന്വേഷിച്ച് ബെൻസും കൂട്ടുകാരും പോയെങ്കിലും മണിയൻ വീട്ടിലുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് മണിയന്റെ അച്ഛനും അമ്മയും ബെൻസിനെ ആട്ടിയിറക്കി വിട്ടു. അടുത്ത ദിവസം ഒരു രാഷ്ട്രീയക്കാരനുമായി ബെന്നിയെ ചെന്ന് കണ്ട് കാര്യങ്ങളൊന്ന് സെറ്റിൽ ചെയ്യാൻ കൂട്ടുകാരുടെ സഹായത്തോടെ ബെൻസ് ശ്രമിച്ചു. രാഷ്ട്രീയക്കാരന്റെ സഹായത്തോടെ 500 ഗ്രാം കഞ്ചാവ് മാത്രമേ കാറിൽ നിന്ന് പിടിച്ചിട്ടുള്ളൂവെന്നും എന്തെങ്കിലും കൈക്കൂലി കൊടുത്ത് ഒതുക്കിയാൽ മതി എന്നുള്ള വിവരമൊക്കെ ബെൻസിന് കിട്ടുകയാണ്. ഏകദേശം 10-17,000 രൂപയോളം അതിന് വേണമായിരുന്നു. ബെൻസ് പണത്തിനു വേണ്ടി ലളിതയെ വിളിച്ചു ചോദിച്ചു. പക്ഷേ തന്റെ കയ്യിലുള്ള പൈസ തരില്ലെന്നും മകളുടെ സ്വർണം പണയം വെക്കാൻ തരില്ല എന്നും ലളിത തീർത്തു പറഞ്ഞു. ഇതേ സമയം സ്റ്റേഷനകത്ത് കുട്ടിച്ചനും കൂട്ടുകാരൻ ഷാജിയും രാഷ്ട്രീയക്കാരൻ ലാലിയും ചേർന്ന് ബെന്നിയോട് കാര്യങ്ങൾ സംസാരിച്ച് ഒന്ന് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ബെന്നി ആ കാഴ്ച കണ്ടത്. പിടിച്ചിട്ടിരിക്കുന്ന വണ്ടി ബെൻസ് കഴുകിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടതും ബെന്നിക്ക് ദേഷ്യം വന്നു. അത് തൊണ്ടിയാണ്, താനെന്താടാ ചെയ്യുന്നതെന്ന് ചോദിച്ച് ബെന്നി ഇറങ്ങിച്ചെന്നു. ബെന്നിയോട് ബെൻസ് കയർക്കുകയാണ്. ഒച്ചയുണ്ടാക്കി ബെന്നിയോട് ബെൻസ് കയർത്തത് ബെന്നിയുടെ ഈഗോയെ ഹർട്ട് ചെയ്തു. ബെൻസുമായി വലിയ പ്രശ്നമുണ്ടാക്കിയ ബെന്നി ഇനി ആര് വന്ന് പറഞ്ഞാലും എന്തു ചെയ്താലും ഈ കാർ താൻ വിട്ടുതരില്ല എന്ന ഉറച്ച നിലപാടങ്ങ് എടുത്തു. കൂട്ടുകാരും മറ്റും ചേർന്നായിരുന്നു ബെൻസിനെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയത്. ബെൻസ് അവിടെ കാണിച്ച പ്രശ്നത്തിന് കൂട്ടുകാരുടെ അടുത്തു നിന്ന് പോലും ബെൻസിന് വഴക്ക് കേട്ടു. നിരാശയോടെ ബെൻസ് അന്ന് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ബെൻസിനൊരു സമാധാനം തോന്നുന്നുണ്ടായിരുന്നില്ല. ലളിതയാണെങ്കിൽ കിട്ടിയ അവസരത്തിൽ ബെൻസിനെ ഇട്ടൊന്ന് കുത്താനും നോക്കുന്നുണ്ട്. ബെൻസ് ഒടുവിൽ നെഞ്ചിനൊരു ഭാരമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും നേരെ സ്റ്റേഷനിലേക്ക് പോയി. ബെൻസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോ എല്ലാവരും അവിടുത്തെ കോൺസ്റ്റബിൾ സുധീഷിന്റെ കല്യാണത്തിന് പോവാനുള്ള തിരക്കിലും മറ്റു കാര്യങ്ങളിലുമാണ്. ബെൻസ് അവിടെ മുമ്പിൽ വന്നു നിന്നു. ഒടുവിൽ അവിടുത്തെ റൈറ്റർ ബെൻസിനോട് പറയുകയാണ്, CI ജോർജ് സാറിനെ കണ്ട് സംസാരിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ ശരിയാകുമെന്ന്. ബെൻസ് അങ്ങനെ CI ജോർജ് സാറിനെ കാണാൻ ചെന്നു. CI ജോർജ് കണ്ടാൽ മാന്യനായ ഏവരോടും ചിരിച്ചു കളിച്ചിടപഴകുന്ന ഒരു വ്യക്തിയായിരുന്നു. ബെൻസിനോടും CI ജോർജ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഒടുവിൽ ബെൻസിന്റെ അവസ്ഥ മനസ്സിലാക്കി നേരെ ബെന്നിയുടെ അടുത്തേക്ക് പോയ ജോർജ് സാറ് ബെന്നിയെ ഒന്ന് കുറ്റപ്പെടുത്തിയ പോലെ സംസാരിച്ച ശേഷം ബെൻസിന്റെ കാർ ഇറക്കി കൊടുക്കാൻ ബെന്നിയോട് തന്നെ പറയുകയാണ്. ബെന്നിക്ക് വീണ്ടും ഈഗോ വർദ്ധിച്ചിരുന്നു. ദേഷ്യത്തിലും മറ്റും ബെന്നി യാർഡിൽ നിന്ന് കാർ പുറത്തേക്കിറക്കി. പക്ഷെ താക്കോല് ബെൻസിന് കൊടുത്തില്ല. ആ സമയം ബെൻസ് ബെന്നിക്കടുത്ത് ഒന്നുകൂടി ചോദിച്ചു, മണിയനെ കിട്ടിയോ സാറേ? ബെന്നി ദേഷ്യത്തിൽ പറഞ്ഞു, മണിയനെ കിട്ടിയോ കൊന്നോ കുഴിച്ചുമൂടിയോ എന്നൊന്നും നീ അന്വേഷിക്കണ്ട. അപ്പോഴേക്കും ജോർജ് സാറ് പുറത്തേക്ക് വന്നിരുന്നു. കാറ് വിട്ടുകൊടുക്കാൻ പറ്റില്ല സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ബെന്നി ജോർജിന്റെ അടുത്തേക്ക് പോയി. ബെന്നിയുടെ ഈഗോ ചോദ്യം ചെയ്ത് കാറ് വിട്ടുകൊടുക്കാൻ പറഞ്ഞ് കാറിന്റെ താക്കോൽ വാങ്ങി ജോർജ് തന്നെ ബെൻസിന് കൊടുക്കുകയാണ്. ബെൻസ് സന്തോഷത്തോടെ കാർ എടുത്തു പോവാൻ തുടങ്ങിയപ്പോഴേക്കും ജോർജ് ബെൻസിനെ വിളിച്ചു. തനിക്ക് വേണ്ടി ഒരു ഓട്ടം വരുമോ എന്ന് ചോദിച്ചു. ബെൻസിന് അല്പം മടിയുണ്ടായിരുന്നു. എന്നാലും ജോർജ് നിർബന്ധിച്ചപ്പോ ബെൻസ് ഓക്കെ പറഞ്ഞു. ഇരുമേലിയിൽ വെച്ച് അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ സുധീഷിന്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു. അങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്നായിരുന്നു ജോർജ്
പറഞ്ഞത്. ബെന്നിയും കാറിൽ കയറി പോകുന്ന വഴിയിൽ ജോർജ് ബെൻസിനോട് സംസാരിക്കുന്നുണ്ട്. ബെൻസിന്റെ കുടുംബ വിവരമൊക്കെ ജോർജ് ചോദിച്ചറിഞ്ഞു. തന്റെ ഭാര്യ 5 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയെന്നും ഒരു മോള് മാത്രമേ ഉള്ളൂ എന്നുമൊക്കെ ജോർജ് ബെൻസിനോട് പറയുന്നുണ്ട്. യാത്രയിലുടനീളം കാറിന്റെ പിന്നിലിരുന്ന് ബെന്നി അസ്വസ്ഥനായിരുന്നു. ജോർജ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബെന്നിയെ കുത്തിനോവിക്കുന്നുമുണ്ട്. ബെന്നിയോട് അതൊക്കെ വിട്ടുകളയടാ എന്ന മട്ടില് ജോർജ് പറഞ്ഞു. യാത്രയ്ക്കൊടുവിൽ അവർ സുധീഷിന്റെ വീട്ടിലേക്ക് എത്തി. കല്യാണം നടക്കുന്ന വീട്ടിലേക്ക് ബെൻസിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ജോർജ് ഇറങ്ങി. ബെന്നി പിന്നാലെ ഇറങ്ങി വന്നെങ്കിലും വണ്ടിയുടെ താക്കോല് കൈവശപ്പെടുത്തിയായിരുന്നു ബെന്നി അകത്തേക്ക് പോയത്. ബെൻസ് കല്യാണത്തിൽ പങ്കെടുത്തും മറ്റുമായി അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ജോർജും ബെന്നിയുമാണെങ്കിൽ നല്ല രീതിയിൽ മദ്യപിക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ജോർജിനെ വളരെ നല്ലൊരു മനുഷ്യനായിട്ടായിരുന്നു ബെൻസ് നോക്കിക്കണ്ടത്. അങ്ങനെ കുറച്ചു സമയം പിന്നിട്ടു. ഒരു കസേരയിലിരുന്ന് ബെൻസ് മയങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോഴത് ബെന്നി വന്ന് വിളിക്കുന്നു. വാ പോവാമെന്ന് പറഞ്ഞായിരുന്നു അത്. ബെൻസ് ബെന്നിക്കൊപ്പം ചെന്നു. അവിടെ എത്തിയപ്പോ ജോർജ് സാറുമുണ്ട്. ജോർജ് സാറ് ബെൻസിനോട് ഒരു കാര്യം പറഞ്ഞു. നമുക്ക് റാന്നിക്ക് തിരിച്ചല്ല പോവേണ്ടത്, മറ്റൊരിടത്തേക്ക് പോകണം. സുധീഷിന്റെ കസിന്റെ ഒരു തോട്ടമുണ്ട് പാഞ്ചാലി മേടിന്റെ അടുത്ത്, അങ്ങോട്ടേക്കാണ് പോവേണ്ടത്. ബെൻസിന് അത് കേട്ടപ്പോ തന്നെ വല്ലാതായി. തനിക്ക് നാളെ ഓട്ടമുണ്ടെന്നും സ്കൂൾ പിള്ളേരെ കൊണ്ടുപോകാനുള്ളതാ എന്നുമൊക്കെ പറഞ്ഞ ബെൻസ് ഒന്ന് ഒഴിയാൻ നോക്കിയെങ്കിലും ജോർജ് സാറ് നല്ല രീതിയിലൊന്ന് നിർബന്ധം പിടിച്ചപ്പോ ബെൻസിന് നോ പറയാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ ബെൻസ് അവരോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അവർ യാത്ര തുടങ്ങി. അടുത്ത ആഴ്ച CI ജോർജിന്റെ റിട്ടയർമെന്റ് ആയിരുന്നു. ജോർജ് അന്ന് യാത്ര ചെയ്യുമ്പോ ബെൻസിനോട് ഒരുപാട് സംസാരിച്ചു. ബെൻസിന്റെ ജീവിതം മുഴുവനായും ചോദിച്ചറിഞ്ഞു. ബെൻസ് പത്തനംതിട്ടക്കാരനായിരുന്നു. ബെൻസിന്റെ അച്ഛൻ കമ്പത്ത് നിന്നാണ്. അവരുടെ മരണശേഷം ബെൻസ് മദ്രാസിൽ പോയി. അവിടെ പളനി മാസ്റ്ററുടെ ശിഷ്യനായി ഒരു സ്റ്റണ്ട്മാനായി മാറി. പക്ഷേ ഒരിക്കൽ ഒരു ഷൂട്ടിനിടയിൽ ഒരു അപകടം സംഭവിച്ചു. ബെൻസിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ബെൻസിന്റെ കൂട്ടുകാരൻ അൻപ് കൊല്ലപ്പെട്ടു. പിന്നീട് അത് വലിയ പ്രശ്നമായി. അസോസിയേഷനിലൊക്കെ അറിഞ്ഞു. പളനി മാസ്റ്റർക്ക് സിനിമകളിലൊന്നും വർക്ക് കിട്ടാതായി. ഒടുവിൽ മാസ്റ്റർ തന്നെ മാസ്റ്ററിന്റെ കീഴിലുള്ളവരെ പിരിച്ചുവിടുകയായിരുന്നു. മാസ്റ്റർ അന്ന് ബെൻസിന് കൊടുത്തതാണ് ബെൻസ് പൊന്നുപോലെ കാക്കുന്ന ആ അംബാസഡർ കാർ. അതിൽ തന്റെ ഒരുപാട് ഓർമ്മകളുണ്ട് എന്ന് ബെൻസ് ഇമോഷണലായി ജോർജിനോട് പറഞ്ഞു. അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവർ ചുരം കയറി കാടിന്റെ അടുത്തേക്ക് എത്തി. കാടിനകത്തെത്തിയപ്പോ ഒരു ഇടവഴിയിലേക്ക് പോകാൻ ജോർജ് ബെൻസിനോട് പറഞ്ഞു. ഓഫ് റോഡ് ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ ബെൻസിന് മടിയുണ്ടായിരുന്നു. വണ്ടി പോകില്ലെന്നൊക്കെ ബെൻസ് പറഞ്ഞെങ്കിലും ജോർജും ബെന്നിയും കൂടി നിർബന്ധിച്ച് ബെൻസിനെ അങ്ങോട്ടേക്ക് വണ്ടി ഓടിപ്പിക്കുകയാണ്. പോകുന്ന വഴിയിൽ വണ്ടിയിൽ ഉരച്ചിലും മറ്റും തട്ടുന്നത് ബെൻസിനെ വല്ലാതാക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കുറച്ചു ദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോ ബെൻസിന് തീരെ പറ്റാതായി. ബെൻസിന് വണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞ് ബെന്നിയുമായി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ജോർജ് സാറ് അപ്പോഴാണ് ബെൻസിനെ ഞെട്ടിക്കുന്ന ആ കാര്യം പറയുന്നത്. ആ വണ്ടിയുടെ ഡിക്കിയിൽ ഒരു ഡെഡ് ബോഡി ഉണ്ടെന്ന്. അതായത് കോൺസ്റ്റബിൾ സുധീഷിന്റെ പെങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് ഒരു അഫയർ ഉണ്ടായിരുന്നു. സുധീഷിന് ഒരു ജോലിയൊക്കെ കിട്ടിയ പിന്നെയാ അവരുടെ കുടുംബം പച്ച പിടിച്ചത്. പെങ്ങളുടെ കല്യാണം അവർക്ക് വലിയ കാര്യം തന്നെയായിരുന്നു. പക്ഷേ കല്യാണത്തിന്റെ ആ തലേന്ന് അങ്ങോട്ടേക്ക് ആ കാമുകൻ വന്നു. കല്യാണം മുടക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. ജോർജ് സാറും ബെന്നിയും ഒക്കെ ചേർന്ന് ആ പയ്യനെ മാറ്റി നിർത്തി പോലീസ് മുറിയില് ചെറുതായി ഒന്ന് കൈകാര്യം ചെയ്തു. ഇതിനിടയില് സുധീഷിന്റെ അച്ഛൻ കയറി വന്ന് ഒരു കയ്യബദ്ധം കാണിച്ചു. ആ പയ്യൻ കൊല്ലപ്പെട്ടു. സുധീഷും കുടുംബവും ഒക്കെ കാലുപിടിച്ച് അപേക്ഷിക്കുമ്പോ എങ്ങനെ സുധീഷിനെ സഹായിക്കാതിരിക്കുക എന്നായിരുന്നു ജോർജ് സാർ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ അത് കേട്ടതും ബെൻസ് ഞെട്ടുന്നുണ്ട്. ബെൻസ് ജോർജ് സാറിന്റെ കുത്തിന് കയറി പിടിച്ചു. ജോർജ് സാറിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ജോർജ് സാർ ബെൻസിന്റെ കൈ വെടിവെപ്പിച്ചു. ബെൻസ് ഇറങ്ങി കാറിന്റെ ഡിക്കി തുറന്ന് പ്രശ്നമുണ്ടാക്കാൻ പോയെങ്കിലും ബെന്നിയും ജോർജ് സാറും ബെൻസിനെ പിടിച്ചു നിർത്തി. പിന്നാലെ ബെൻസിനെ കാറിന്റെ പിൻസീറ്റിൽ കയറ്റി ബെന്നി കാർ ഓടിച്ചു. ജോർജ് സാർ ഫ്രണ്ടിലിരുന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത ആകെ ഒരു അങ്കലാപ്പിലായിരുന്നു ബെൻസ്. ഒടുവിൽ കാടിനകത്ത് ഒരിടത്ത് കാർ നിർത്തി ബെൻസിനെ കാറിന്റെ അകത്തിരുത്തി ജോർജ് സാറും ബെന്നിയും സുധീഷും കൂടി പുറത്തിറങ്ങി. ഡെഡ് ബോഡി കാടിനകത്ത് എവിടെയോ കൊണ്ടുതള്ളി. കൊണ്ടുപോകുന്ന മൃതദേഹത്തിന്റെ കാൽഭാഗം ഒരു ഞൊടിയിടയിലെ നോട്ടത്തിൽ ബെൻസ് കണ്ടിരുന്നു. ബെൻസ് മുഖം വെട്ടിച്ചു. ഇതിനിടയിൽ കാട്ടുവഴിയിലൂടെ വന്ന ചില വണ്ടിക്കാർ ബെൻസിനെ കണ്ടു. ഭയന്ന് ബെൻസ് മുഖം തിരിച്ചു. തിരികെ അവിടെ നിന്ന് പോകുമ്പോ ബെൻസ് ആകെ അങ്കലാപ്പിലായിരുന്നു. വല്ലാത്തൊരു ഭയം, വല്ലാത്തൊരു നീറ്റൽ ബെൻസിനെ പിടികൂടിയിരുന്നു. പുലർച്ചെ തിരികെ വീട്ടിലെത്തിയിട്ടും ബെൻസിനൊരു സമാധാനമുണ്ടായിരുന്നില്ല. വണ്ടി മുഴുവൻ ആകെ ചേറുപിടിച്ചു കിടക്കുന്നു. വണ്ടിക്കകത്താണെങ്കിൽ മദ്യപിച്ചതിന്റെ അവശിഷ്ടവും മറ്റും. കുറച്ചുനേരം എന്തു ചെയ്യണമെന്നറിയാതിരുന്ന ശേഷം പട്ടി വണ്ടിയുടെ ഡിക്കിക്കടുത്ത് വന്ന് കുരയ്ക്കുന്ന കണ്ടതും
ബെൻസ് ഡിക്കി തുറന്നു. അതിൽ ചോരപ്പാടുകളും മറ്റും ഉണ്ടായിരുന്നു. അതിനകത്ത് വീണുകിടന്നിരുന്ന കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേഴ്സ് ബെൻസ് എടുത്തപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലളിത വന്നു. അതോടെ ഭയന്ന് ബെൻസ് പേഴ്സ് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ഡിക്കി അടയ്ക്കുകയും ചെയ്തു. പിന്നാലെ ബെൻസ് കാറ് കഴുകി കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാൻ ഇറങ്ങി. പോകുന്ന വഴിക്ക് കുട്ടികൾ വണ്ടിക്കകത്തെന്തോ ചീത്ത സ്മെല്ല് എന്ന് പറയുന്നു കേട്ടതും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ബെൻസ് ഒഴിഞ്ഞു മാറി. ഒടുവിൽ പുഴയിൽ കൊണ്ടുപോയി നിർത്തി വണ്ടിയുടെ ഡിക്കിയും മറ്റു ഭാഗങ്ങളും ബെൻസ് നന്നായി കഴുകി വണ്ടിയിലേക്ക് സ്പ്രേ അടിച്ചു. അപ്പോഴും ബെൻസിനൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ബെൻസിനെ സ്റ്റേഷനിലേക്ക് ജോർജും ബെന്നിയും കൂടി വിളിപ്പിച്ചു. ബെൻസ് അവർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ബെൻസിനെ ചോദ്യം ചെയ്തു. ജോർജ് കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കുടുംബത്തോടെ ബെൻസിനെ ഇല്ലാതാക്കും എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി. ബെൻസ് കുറച്ച് ഭയന്നിട്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത്. കാറെടുക്കുന്ന സമയം ബെന്നി ഒന്നുകൂടി വന്ന് ബെൻസിനെ വിരട്ടുകയും ചെയ്തു. തിരികെ അന്ന് പോകുമ്പോൾ മണിയന്റെ അമ്മയും അപ്പനും സ്റ്റേഷനിലേക്ക് വരുന്നത് ബെൻസ് കണ്ടിരുന്നു. മകനെ കാണാതെ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാണ്. മണിയനെയാണോ ഇനി അവർ കൊന്നതെന്ന സംശയം ബെൻസിന്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി. വീട്ടിലെത്തിയിട്ടും ബെൻസിന് സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ ഒരു വഴക്കമുണ്ടാക്കാത്ത ലളിതയുമായും മറ്റും ബെൻസ് അന്ന് വഴക്ക് പോലും ഉണ്ടാക്കി. ബെൻസ് അസ്വസ്ഥനാണ് എന്ന് ലളിത തിരിച്ചറിഞ്ഞിരുന്നു. ബെൻസിനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു പറഞ്ഞ് ലളിത ചോദിച്ചെങ്കിലും ബെൻസ് ഒഴിഞ്ഞു മാറി. അന്ന് രാത്രിയിൽ ചോരക്കറ പുരണ്ടിരുന്ന ബെൻസിന്റെ ഷർട്ട് ബെൻസ് കത്തിച്ചു കളഞ്ഞു. ബെൻസ് വിളിച്ചിട്ട് മോൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടുത്ത ദിവസം ബെൻസ് മോനെ അന്വേഷിച്ചിറങ്ങി. കോളേജിൽ ചെന്നപ്പോ മോൻ കുറച്ചു ദിവസമായി ആബ്സെന്റ് ആണ്. ഹോസ്റ്റലിൽ ചെന്ന് അന്വേഷിച്ചപ്പോ 2 ദിവസം മുമ്പ് ഹോസ്പിറ്റൽ കേസ് എന്തോ വന്നെന്ന് പറഞ്ഞവൻ പോയല്ലോ എന്ന് കൂട്ടുകാരൻ പറയുകയും ചെയ്തു. ബെൻസ് അങ്ങനെ പവിയെ കാണാനില്ല എന്ന് പരാതി കൊടുക്കാൻ സ്റ്റേഷനിലേക്ക് ചെന്നു. ബെന്നിയും ജോർജും ബെൻസിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. അന്വേഷിക്കാം എന്നും പറഞ്ഞു. കൂട്ടുകാരോടൊപ്പമോ മറ്റോ കറങ്ങാൻ പോയതായിരിക്കും എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞത്. ബെൻസ് പരാതി എഴുതി കൊടുത്ത് വണ്ടിയെടുക്കുന്ന സമയത്ത് സ്റ്റേഷൻ യാർഡിൽ മോന്റേതുപോലെ ഇരിക്കുന്ന ഒരു ബൈക്ക് കണ്ടു. അത് മോന്റെ ബൈക്ക് പോലുണ്ടല്ലോ സാറേ എന്ന മട്ടിൽ അവിടെ എത്തിയ ബെന്നിയോട് ബെൻസ് ചോദിച്ചു. അത് കുറെ മാസങ്ങളായി യാർഡിലിരിക്കുന്ന വണ്ടിയാടോ എന്നായിരുന്നു ബെന്നിയുടെ മറുപടി. അവിടെ നിന്ന് തിരികെ പോരുമ്പോൾ ബെൻസിന്റെ മനസ്സ് ആളിക്കത്തുന്നുണ്ടായിരുന്നു. ബെൻസ് തിരികെ വീടിന്റെ പിന്നാമ്പുറത്തെത്തി. പറമ്പിലേക്ക് താൻ വലിച്ചെറിഞ്ഞ പേഴ്സ് എവിടെ എന്ന് തിരയാൻ തുടങ്ങി. ഒടുവിൽ കാറിന്റെ ഡിക്കിയിൽ നിന്ന് കിട്ടിയിരുന്ന രാവിലെ താൻ വലിച്ചെറിഞ്ഞ പേഴ്സ് ബെൻസ് കണ്ടെത്തി. ആ പേഴ്സ് തുറന്നതും ബെൻസിന്റെ ചങ്ക് തകർന്നു പോയിരുന്നു. അത് പവിയുടേതായിരുന്നു. കൊല്ലപ്പെട്ടത് ജോർജും ബെന്നിയും ചേർന്ന് കാടിനകത്ത് കൊണ്ടുതള്ളിയത് തന്റെ മകന്റെ മൃതശരീരമാണ് എന്ന് ഞെട്ടലോടെ ബെൻസ് തിരിച്ചറിഞ്ഞു. ലളിതയോട് പോലും പറയാൻ പറ്റാതെ അന്ന് വേദന കൊണ്ട് ബെൻസ് ഉരുകിയിരുന്നു. ബെൻസ് ബാത്റൂമിൽ കയറി അലമുറയിട്ട് കരഞ്ഞ് തന്റെ വേദന കഴുകിക്കളയാൻ ശ്രമിച്ചു. പക്ഷേ ബെൻസിനെ കൊണ്ടൊന്നും സാധിക്കുമായിരുന്നില്ല. ഇതേസമയം പോലീസ് സ്റ്റേഷനിൽ ബെന്നിയും ജോർജും തങ്ങൾക്കെതിരെ വരുന്ന അപകടത്തെ മുൻകൂട്ടി കണ്ടിരുന്നു. ബെൻസ് അന്ന് രാത്രിയിൽ മല കയറി സുധീഷിന്റെ വീട്ടിൽ ചെന്നു. കനത്ത മഴയത്ത് മഴ നനഞ്ഞ് ഒരൊറ്റയാന പോലെ ബെൻസ് നിന്നു. സുധീഷിനോട് സാറന്മാരൊക്കെ ചേർന്ന് ആരെയാ കൊന്നത് എന്ന് ചോദിച്ചു. സുധീഷ് അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ നോക്കിയിരുന്നു. ബെൻസിന്റെ ഭാവമാറ്റം സുധീഷിനെ ഭയപ്പെടുത്തി. അന്ന് രാത്രിയിലായിരുന്നു അത് സംഭവിച്ചത്. പാഞ്ചാലിമേട് വളരെ വലിയൊരു ഉരുൾപൊട്ടൽ സംഭവിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജോർജും ബെന്നിയും കൊണ്ടിട്ട് ബെൻസിന്റെ മകൻ പവിയുടെ മൃതദേഹം കൂടി കണ്ടെടുക്കപ്പെടുകയാണ്. വിവരമറിഞ്ഞ് ബെന്നി വല്ലാതെ പാനിക്കായിരുന്നു. ജോർജ് ബെന്നിയെ കാണാനെത്തി. ജോർജിന് വലിയ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മിസ്സിംഗ് കേസുകളുമായി ഒത്തുനോക്കി ആളാരാണെന്ന് മനസ്സിലാവുന്നവരെ നമുക്ക് സമയമുള്ളൂ എന്ന് ജോർജ് പറഞ്ഞു. സുധീഷിനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമുണ്ടായിരുന്നില്ല. ബെന്നി ബെൻസിനെ അന്വേഷിച്ചിറങ്ങിയെങ്കിലും ബെൻസിനെ പറ്റി വിവരമൊന്നും കിട്ടിയില്ല. ബെന്നിയുടെ അന്വേഷണത്തിൽ സുധീഷിനെ ബെൻസ് കൊണ്ടുപോയതാണ് എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു ഉറപ്പ് ബെന്നിക്ക് കിട്ടി. ബെന്നി ആ വിവരം ജോർജിനെ വന്ന് അറിയിച്ചു. ബെന്നിയും ജോർജും വലിയ ടെൻഷനിലായിരുന്നു. ജോർജ് സാർ പിന്നാലെ ബെൻസിന്റെ വീട്ടിലേക്ക് ചെന്നു. ബെൻസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചാണ് ചെന്നതെങ്കിലും ബെൻസില്ലെന്നറിഞ്ഞ് ജോർജ് അവിടെ ഒരു കളി കളിക്കാൻ തീരുമാനിച്ചിരുന്നു. ഉരുൾപൊട്ടലിൽ പവിയുടെ മൃതദേഹം കിട്ടിയ കാര്യവും ബെൻസും പവിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ബെൻസിന്റെ തലയിലേക്ക് ആ കൊലപാതകം കെട്ടിവെക്കാനായിരുന്നു ജോർജിന്റെ പ്ലാൻ. ഇതേസമയം ബെൻസ് ആകട്ടെ കമ്പത്തായിരുന്നു. സുധീഷിനെ പിടിച്ചുകൊണ്ടുപോയ ബെൻസ് സുധീഷിനെ ഉപദ്രവിച്ച് സത്യങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സുധീഷ് പേടിച്ചു പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, അവിടുത്തെ കാടും വഴിയൊക്കെ പരിചയമുണ്ടെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചവർ കൊണ്ടുപോയതാ. നിങ്ങൾ വണ്ടിയിൽ ബോഡി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാ ഞാനും അത് അറിഞ്ഞത്. അത് കഴിഞ്ഞ എന്റെ അച്ഛനെയും പെങ്ങളെയും വെച്ച് അയാളെ കള്ളക്കഥ പറഞ്ഞത്. ആ ബോഡി ആരുടെയാന്ന് പോലും എനിക്കറിഞ്ഞൂടാ. എല്ലാം കേട്ടിട്ടും ബെൻസിന്റെ രോഷം മടങ്ങിയിരുന്നില്ല. ഒരിക്കൽ അവരെയൊക്കെ വിശ്വസിച്ചതാണല്ലോ. ബെൻസ് സുധീഷിന്റെ വിരൽ ആയുധം വെച്ചൊടിച്ചു. വേദന കൊണ്ട് സുധീഷ് പൊളയുന്നത് കണ്ടപ്പോൾ ബെൻസിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം മിന്നിമറയുന്നുണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ഈ കാര്യങ്ങളാകട്ടെ ഒരു തരത്തിൽ ഫോൺ തട്ടിയിട്ട് സുധീഷ് വിളിച്ച കോളിൽ തുടരുന്നുണ്ടായിരുന്ന ജോർജ് സാർ കേൾക്കുകയും ചെയ്തിരുന്നു. ബെൻസ്
ബെൻസ് ഫോണെടുത്ത് ജോർജ് സാറിനോട് സംസാരിച്ചു. ബെൻസിനെ സമാധാനിപ്പിക്കാനും മോൻ സുരക്ഷിതമാണ് എന്നൊക്കെ പറയാനും ജോർജ് സാർ ശ്രമിച്ചെങ്കിലും സത്യമറിയാവുന്ന ബെൻസ് അതിലൊന്നും വീഴുമായിരുന്നില്ല. ഒടുവിൽ ജോർജ് നേരിട്ട് ബെൻസിനെ കൊടുക്കാൻ കമ്പത്തേക്ക് പുറപ്പെട്ടു. ഇതേസമയം മറുവശത്ത് പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാരുടെ പ്രതിഷേധവും മറ്റും അരങ്ങേറുകയായിരുന്നു. ബെൻസിന്റെ ഭാര്യയെയും മകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ജോർജിന്റെ നിർദ്ദേശപ്രകാരം ബെന്നി ജോർജിന്റെ ഭാര്യ ലളിതയെയും മകളെയും ക്രൂരമായി ഉപദ്രവിച്ചു. നിങ്ങൾ എന്തിനാണ് അവനെ കൊന്നതെന്ന് ചോദിച്ച് ഉപദ്രവം കനത്തിരുന്നു. മറുവശത്ത് ജോർജ് ആകട്ടെ കള്ളക്കഥകൾ മെനയുകയായിരുന്നു. ബെൻസിന്റെ ബയോളജിക്കൽ സണ്ണായിരുന്നില്ല പവി. യാഥാർത്ഥ്യത്തിൽ ബെൻസ് തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് കൂട്ടുകാരൻ അൻപ് ഒരപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. ആ അൻപിന്റെ ഭാര്യയായിരുന്നു ലളിത. അവരുടെ മകനായിരുന്നു പവി. പിന്നീട് ബെൻസ് അവരെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയായിരുന്നു. ആ സംഭവം ലളിതയും ബെൻസും തമ്മിൽ അവിഹിതമായിരുന്നെന്നും ലളിതയുടെ നിർദ്ദേശപ്രകാരം ബെൻസ് അൻപിനെ റോപ്പിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതാണെന്നും പിന്നീട് ഇങ്ങോട്ടേക്ക് കടന്നതാണ് എന്നുമൊക്കെ പറഞ്ഞ് കില്ലാ കഥകളാക്കി ജോർജ് ബെൻസിനോടായി പറഞ്ഞു. ദേഷ്യം വന്ന ബെൻസ് ജോർജിനെ ആക്രമിച്ചിരുന്നു. പക്ഷേ ഭാര്യയും മകളും കസ്റ്റഡിയിലുള്ള കാര്യം അറിയിച്ചപ്പോൾ ബെൻസ് ഒന്നടങ്ങി. പിന്നാലെ ജോർജ് പറഞ്ഞു, നിന്റെ മോനെന്ന് പറയുന്ന അവനുണ്ടല്ലോ, അൻപിന്റെ മകൻ, അവൻ നിന്റെയും ലളിതയുടെ മോളെ പീഡിപ്പിക്കാൻ നോക്കി. അതിന്റെ പേരിൽ നീ അവനെ കൊന്നു. ഇതായിരിക്കും പുറം ലോകം അറിയാൻ പോകുന്ന കഥ. ബെൻസിന് അത് കേട്ടതും സഹിക്കുന്നുണ്ടായിരുന്നില്ല. ജോർജിനെ ബെൻസ് മർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ നടന്നത് ഒരു ഏറ്റുമുട്ടലായിരുന്നു. നിരവധി പോലീസുകാർ ജോർജിനൊപ്പം ബെൻസിനെ പിടികൂടാൻ വന്നെങ്കിലും അവരെയൊക്കെ വെട്ടിച്ച് ബെൻസ് പുറത്തു കടന്നു. പക്ഷേ നിരവധി പോലീസുകാർ ഒന്നിച്ചു വന്ന് ബെൻസിനെ വളഞ്ഞിട്ട് പിടിച്ചപ്പോൾ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ ബെൻസിന് പറ്റുമായിരുന്നില്ല. ബെൻസ് പിടിക്കപ്പെട്ടു. അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന്റെ പാപഭാരം പേറി, ഇല്ലാ കഥകളുടെ പാപഭാരം പേറി ബെൻസ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നെത്തുകയാണ്. പത്രക്കാരും മീഡിയകളും എല്ലാം ബെൻസിനെ ചുറ്റിവളഞ്ഞിരുന്നു. ബെൻസിനെ പിടികൂടിയ ജോർജിന് ക്രെഡിറ്റ് കിട്ടി. പക്ഷേ ബെൻസിന്റെ ഭാര്യയും മറ്റും ഉപദ്രവിച്ചു എന്ന പേരിൽ ബെന്നിക്കെതിരെ കുറച്ച് നടപടികൾ വരുമായിരുന്നു. ബെന്നി അതിനെപ്പറ്റി ജോർജിനോട് ചോദിച്ചപ്പോ, ഞാൻ പറഞ്ഞെന്ന് കരുതി നിന്നോടത് ചെയ്യാൻ ആര് പറഞ്ഞു എന്ന മട്ടിൽ ജോർജ് കൈമലർത്തി. ജോർജ് എത്ര നെറുകെട്ടവനാണ് എന്ന് ബെന്നിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ജോർജ് പോയി കഴിഞ്ഞ് ബെന്നി വന്നപ്പോ സുധീഷ് പറഞ്ഞു, അകത്ത് കിടക്കുന്ന ബെൻസും നമ്മളും തമ്മിൽ ഒരുപാട് ദൂരമൊന്നുമില്ല സാറേ. ബെന്നി മറുപടി കൊടുത്തു, അറിയാടാ, പക്ഷെ വാലാട്ടി നിന്ന് ശീലിച്ചുപോയി. ബെൻസിനെതിരെ തെളിവുകൾ സ്ട്രോങ് ആയിരുന്നു. കാട്ടിൽ വെച്ച് മൃതദേഹം കളയുന്ന സമയത്ത് ബെൻസിനെ ചിലർ കണ്ടിട്ട് പോലുമുണ്ടല്ലോ. പോരാത്തതിന് ബെൻസിന്റെ കാറിലായിരുന്നു മൃതദേഹം കൊണ്ടുപോയത്. ആ കാറിന്റെ ഡിക്കിയിൽ കിടന്ന അവരുടെ തന്നെ റൈസ് മില്ലിന്റെ ചാക്കിലായിരുന്നു മൃതദേഹം അന്ന് പോലീസുകാർ ഇട്ടിരുന്നതും. എല്ലാം ബെൻസിനെതിരെയുള്ള തെളിവായി മാറി. കോടതിയിൽ ഹാജരാക്കിയ ബെൻസിനെ കൂടുതൽ അന്വേഷണത്തിന് പോലീസുകാർക്ക് കൈമാറി. ആ ആഴ്ചയായിരുന്നു ഡിവൈഎസ്പി ആയി ഉയർച്ചയും കിട്ടി ജോർജ് വിരമിക്കുന്നത്. ജോർജിന്റെ വിരമിക്കൽ ഫംഗ്ഷനൊക്കെ ഭംഗിയായി നടന്നു. അന്നവിടെ സ്റ്റേഷനിലുണ്ടായിരുന്ന ബെൻസിനടുത്തേക്കും സുധീഷിന്റെ കയ്യിൽ ഫംഗ്ഷന്റെ ഫുഡ് ജോർജ് സാർ കൊടുത്തുവിട്ടു. ബെൻസിനെ ഒന്നാക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയായിരുന്നു അത്. പാവം ബെൻസിനോട് സുധീഷിനും സഹതാപം തോന്നിയിരുന്നു. ജോർജ് എത്ര ക്രൂരനാണ് എന്ന് സുധീഷിന് ഇപ്പോൾ വ്യക്തമായിട്ടറിയാം. ഇതേസമയം മറുവശത്ത് ജോർജ് ബെൻസിനെ വകവരുത്താനുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പോലീസ് ക്യാമ്പിൽ നിന്ന് ആളെ ഇറക്കി ബെൻസിനെ തീർക്കാനായിരുന്നു ജോർജിന്റെ പ്ലാൻ. ബെന്നി അത് ചോദ്യം ചെയ്തപ്പോ, നീയാടാ അടുത്ത CI എന്ന് പറഞ്ഞ് ബെന്നിയെ അധികാരമോഹം കാണിച്ച് ബെൻസ് തന്റെ ചൊൽപ്പടിക്കാക്കി. അന്ന് സന്ധ്യയോടെ സ്റ്റേഷനിലുള്ള മറ്റ് പോലീസുകാരെ ഓരോ ഡ്യൂട്ടിക്കായി ബെന്നി പറഞ്ഞയച്ചു. പിന്നാലെ ക്യാമ്പിൽ നിന്ന് ജോർജ് സാർ പറഞ്ഞ പോലീസുകാർ വരാൻ നോക്കി നിന്നു. സുധീഷിന് അതിലൊക്കെ സംശയം തോന്നിയിരുന്നു. അന്ന് ക്യാമ്പിൽ നിന്ന് പോലീസുകാരെത്തി ബെൻസിനെ കൊല്ലാനുള്ള നീക്കങ്ങളും തുടങ്ങി. ബെന്നി അവരുടെ മുമ്പിൽ നിന്നിരുന്നു. ബെന്നി പക്ഷേ ബെൻസിനെ കൊല്ലുന്നതിന് മുമ്പ് ബെൻസിന്റെ മോനെ എങ്ങനെയാണ് കൊന്നത് എന്ന കാര്യങ്ങളൊക്കെ ബെൻസിനോട് പറഞ്ഞു. പിന്നെ പറയണോ, ദേഷ്യം മിരച്ചു കയറിയ ബെൻസ് പോലീസുകാരെ മുഴുവൻ നല്ല രീതിയിൽ പഞ്ഞിക്കിടുകയാണ്. സംശയം തോന്നി പോയിരുന്ന സുധീഷ് തിരിച്ചു വന്നപ്പോ കണ്ടത് ബെൻസ് ബെന്നിയെ കൊല്ലാൻ നോക്കുന്നതായിരുന്നു. സുധീഷ് ബെൻസിനെ തടയാൻ ശ്രമിച്ചെങ്കിലും സുധീഷിനെ പിടികൂടി ബെൻസ് അവിടെയുള്ള ഒരു കമ്പിയിൽ ബന്ധിച്ചു. നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ, ഒറ്റയാൻ വീണ്ടും കാട്ടിക്കേറിയെന്ന് എന്ന് രോഷത്തിൽ പറഞ്ഞ് ബെൻസ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബെന്നിയുമായിട്ടായിരുന്നു ബെൻസ് പോയത്. തന്റെ മോനെ വലിച്ചഴിച്ച് ബെന്നിക്കാരന്റെ ഡിക്കിയിലിട്ട പോലെ ബെന്നിയെ ഡിക്കിയിലിട്ട് ബെൻസ് കൊണ്ടുപോയി. പിന്നാലെ വിവരം പോലീസുകാർ മുഴുവൻ അറിഞ്ഞു. നാടൊട്ടുക്കും ചെക്കിങ്ങും തുടങ്ങി. ജോർജ് വല്ലാതെ പാനിക്കായിരുന്നു. ബെൻസിന്റെ വീട്ടിലേക്ക് എത്തി ജോർജ് അവിടെയുള്ള ബെൻസിന്റെ ഭാര്യയെയും മകളെയും ഉപദ്രവിച്ച് ബെൻസ് എവിടെയെന്ന് ചോദിക്കാനും മറ്റും ആരംഭിച്ചു. അപ്പോഴാണ് ബെന്നിയുടെ ഫോണിൽ നിന്ന് ജോർജിന് ഫോൺ വരുന്നത്. ജോർജ് കോൾ എടുത്തു. പക്ഷേ സംസാരിച്ചത് ബെൻസ് ആയിരുന്നു. സംസാരത്തിൽ നിന്നും ബെൻസ് അപ്പോൾ ഉള്ളത് ജോർജിന്റെ വീട്ടിലാണെന്നും ജോർജിന്റെ മകളെ വകവരുത്താൻ വേണ്ടി നിൽക്കുകയാണ് എന്നും ജോർജ് മനസ്സിലാക്കി. ഭീതിയോടെ ജോർജ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെല്ലുകയാണ്. വീട്ടിലെത്തുമ്പോൾ ജോർജിന് മകൾ മേരിയെ കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ജോർജ് പുറത്തു പെയ്യുന്ന മഴയത്ത്
അകത്തേക്കിറങ്ങി ചെന്നു. അവിടെ ബെൻസിന്റെ കാറ് കിടക്കുന്ന കണ്ടു. അകത്തേക്ക് നോക്കിയപ്പോൾ ബെന്നി കൊല്ലപ്പെട്ട് കിടക്കുന്നു. പിന്നാലെ ബെൻസ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ജോർജും ബെൻസും മുഖത്തോട് മുഖം നോക്കി കണ്ടു. പിന്നെ അവിടെ നടന്നത് വലിയൊരു സംഘട്ടനമായിരുന്നു. ഏറ്റുമുട്ടലുകൾക്കും ആക്രമണങ്ങൾക്കും ഒക്കെയൊടുവിൽ ബെൻസ് ഒരു കവർ കൊണ്ട് ജോർജിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ഈ സമയം ഈ കാഴ്ച വീടിനകത്തു നിന്ന് തൃപ്തിയോടെ ജോർജിന്റെ മകൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. താൻ കണ്ട കാഴ്ചയും വിവരങ്ങളും എല്ലാം ഓർത്ത മേരി പൊട്ടിക്കരഞ്ഞു. കഥയവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ജോർജിന്റെ മകൾ മേരിയും ബെൻസിന്റെ മകൻ പവിയും അടുപ്പത്തിലായിരുന്നു. ജോർജ് ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ആട്ടുംതോലിട്ട ചെന്നായ മേരിയെ മോശമായ രീതിയിൽ അയാൾ ഉപദ്രവിച്ചിരുന്നു. ഒരു സമയത്ത് മേരിയുടെ ബന്ധം ജോർജ് കൈയോടെ പിടികൂടി. മേരിയെ അന്ന് അയാൾ ഒരുപാട് മർദ്ദിച്ചു. പിന്നീട് കള്ളക്കേസിൽ കുടുക്കി കഞ്ചാവ് കേസിന്റെ പേര് പറഞ്ഞ് പവി അയാൾ സ്റ്റേഷനിലെത്തിച്ചു. പിന്നാലെ ചോദ്യം ചെയ്ത് പവിയെ ക്രൂരമായി ഉപദ്രവിച്ച് ദുരഭിമാനത്തിന്റെ പേരിൽ ജോർജ് അവനെ കൊന്നുകളഞ്ഞു. കൊന്ന മൃതദേഹം മറയ്ക്കാൻ ജോർജിനൊപ്പം ബെന്നി കൂട്ടുനിന്നിരുന്നു. ബെന്നിയായിരുന്നു പവിയുടെ മൃതദേഹം അന്നവിടെ യാർഡിലുണ്ടായിരുന്ന ബെൻസിന്റെ കാറിന്റെ ഡിക്കിയിലിട്ടത്. ആ സമയം അത് ബെൻസിന്റെ മകനാണ് എന്നവർക്ക് അറിവുണ്ടായിരുന്നില്ല. പവിയുടെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മേരി കാണാൻ വന്നു. തന്റെ പ്രിയപ്പെട്ട പവിയെ കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. ഇതേ സമയം ജോർജിനെ കൊന്ന് ഡിക്കിയിലിട്ട് തന്റെ മകനെ കൊണ്ട് തള്ളിയ അതേ കാട്ടിൽ ബെൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ഓർത്ത് വേദനയോടെ ഒരു നിമിഷം ബെൻസ് അലറിക്കരഞ്ഞു. പക്ഷേ ആ കൂട്ടത്തിൽ തന്റെ മകനെ കൊന്നവരെ താൻ കൊന്നു എന്ന തൃപ്തിയുമുണ്ടായിരുന്നു. പിന്നീട് ബെൻസ് അറസ്റ്റ് ചെയ്യപ്പെട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ബെൻസ് മീഡിയയോട് പറഞ്ഞതും അതുതന്നെയാണ്. എന്റെ മകനെ ഞാൻ കൊന്നിട്ടില്ല, പക്ഷെ എന്റെ മകനെ കൊന്നവരെ ബെൻസ് അത് പൂർത്തിയാക്കിയുമില്ല. ഒരിക്കൽ തന്റെ സുഹൃത്ത് മരിച്ചപ്പോൾ സുഹൃത്തിന്റെ മകനെ തന്നോട് ചേർത്ത് സംരക്ഷിച്ച അതേ ബെൻസ് ഇപ്പോൾ അനാഥയായ അവന്റെ കാമുകിയെയും സംരക്ഷിക്കുന്നു. അവന്റെ കുടുംബത്തിൽ ആ കാമുകിയും കൂടിച്ചേർന്നിരിക്കുന്നു. സ്നേഹത്തിന്റെയും നഷ്ടത്തിന്റെയും ആ ലെഗസി, ആ പൈതൃകം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യങ്ങളോടെ തുടരുമെന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.